ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ആദ്യം ചേർന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലത്തെ വിലയിരുത്തുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നത് വളരെ ഗൌരവമായി സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. വസ്തുനിഷ്ഠമായ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിച്ചുകൊണ്ട് പോരായ്മകൾ നികത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതിവിശേഷം ഉരുത്തിരിയണമെന്ന് തന്നെയാണ് ഞങ്ങൾ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയ രൂപമായ ഇന്ത്യയുമായി ചേർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ രൂപമായ NDA സഖ്യവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ തന്നെ കേരള ഘടകം ആ തീരുമാനത്തെ തിരസ്കരിക്കുകയും BJP വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ജനതാദൾ എസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുണ്ടായിരുന്ന നയവും അതായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക സംസ്ഥാനത്തിന് BJPയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോഴും കേരളത്തിലെ ജനതാദൾ എസ് പ്രവർത്തകർ കർണാടക ഘടകവുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ ആ ബന്ധം വിച്ഛേദിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി. സംഘടനാപരമായ യാതൊരു ആശയവിനിമയവും കഴിഞ്ഞ 5-8 മാസമായി കേരള ഘടകവും കർണാടക ഘടകവും അല്ലെ ദേശീയ നേതൃത്വം തമ്മിലില്ല. സാങ്കേതികമായി പേര് ഒരുപോലെ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ ഒരുപക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ കാണുന്നത് ഒഴിച്ചാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഘടകം കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാങ്കേതികമായ നിയമപരമായ ഈ ഒരു അനോമലി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് ഇന്ന് കൂടിയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു രൂപത്തിലും BJPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മറ്റ് നിയമ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള ജനപ്രതിനിധികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിലും നിയമസഭയിലാണ് ജനപ്രതിനിധികൾക്ക് അവരെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങുവാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജനതാദൾ എസ് എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു രൂപത്തിലും ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിന്റെ നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ട് ജനപ്രതിനിധി എന്ന പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ തടസ്സമുണ്ടാകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നീക്കാൻ ആവശ്യമായ നിയമ പരിശോധന നടത്തിക്കൊണ്ട് അക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഉചിതമായ സമയത്ത് BJP വിരുദ്ധ കോൺഗ്രസ് ഇതര നിലപാട് സ്വീകരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ ആശയങ്ങളുമായി നിൽക്കുമെങ്കിൽ ജനാധിപത്യ സോഷ്യലിസം എന്ന ഉദാത്തമായ ദർശനത്തോടൊപ്പമുള്ള പാർട്ടികളായി പ്രവർത്തിക്കുന്നത് ബോധ്യപ്പെട്ടാൽ
കാലവിളംബം കൂടാതെ ആ പാർട്ടിയിലേക്ക് ലയിക്കാനും ഞങ്ങൾക്ക് വൈമുഖ്യമില്ല. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനമില്ല. കാരണം ദേശീയ തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഡോക്ടർ ലോഹ്യയുടെയും ഉന്നതമായ ദർശനങ്ങൾ, ജനാധിപത്യ സോഷ്യൽ ദർശനങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ വിലയിരുത്തുന്നില്ല. കാരണം കോൺഗ്രസുമായുള്ള ചില പാർട്ടികളുടെ ബന്ധമുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിന് ശേഷം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് സമ്പൂർണമായ ഒരു വിടുതൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്തസ്സോടെ ഞങ്ങൾ BJP വിരുദ്ധ ചേരിയിലാണ്, കോൺഗ്രസ് ഇതര ചേരിയിലാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായ നിയമപരമായ പരിശോധന ഉടനെ തന്നെ നടത്തി നടപടിയിലേക്ക് നീങ്ങും. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആലോചനകളെ വരുള്ളൂ. ഈ ഘട്ടത്തിൽ അത് വരുന്നില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജനപ്രതിനിധികളാണ് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി ചേട്ടനും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചില വ്യക്തികളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നതായിരിക്കും.